സമാപിക്കുക. ശരണമന്ത്രം അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും ആരംഭിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വലിയാനവട്ടത്ത് എത്തിച്ചേരും. കടുത്ത പോലീസ് സുരക്ഷയിലാണ് ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. ശരണമന്ത്രങ്ങൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് 1 മണിയോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന കാരണവരിൽ നിന്നും സ്വർണവാൾ സ്വീകരിച്ച രാജപ്രതിനിധി രാജരാജവർമ്മ പല്ലക്കിൽ തിരുവാഭരണ സംഘത്തോടൊപ്പം യാത്ര തുടങ്ങി. ഇന്ന് രാത്രി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലും നാളെ ലാഹ സത്രത്തിലും തങ്ങിയ ശേഷം ചൊവ്വാഴ്ച ഉച്ചയോടെ സംഘം വലിയാനവട്ടത്ത് എത്തിച്ചേരും. 1-ാം പേടകത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും 2-ാം പേടകത്തിൽ സ്വർണപൂജാ പാത്രങ്ങളും 3-ാം പേടകത്തിൽ കൊടിക്കൂറകളുമാണ്. ദേവസ്വം ബോർഡ് അധികൃതരും അയ്യപ്പ ഭക്തരും ചേർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 മണിയോടെ തിരുവാഭരണ സംഘം ശരംകുത്തിയിൽ എത്തിച്ചേരും. അവിടെ വെച്ച് ആചാരപരമായ വരവേൽപ്പ് നൽകി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് പുറപ്പെടും. തുടർന്ന് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദർശനവും നടക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ ആചാരപരമായ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. കനത്ത സുരക്ഷയിലാണ് തിരുവാഭരണ ഘോഷയാത്ര. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ശരണമന്ത്രം അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.